ഇന്ന് നമുക്ക് ഒരു മഷ്റൂം പുലാവ് ഉണ്ടാക്കാം. ഇതിന് ഞാൻ എടുത്തത് യെല്ലോ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, പകുതി സവാള മുറിച്ചത്, കുറച്ച് മല്ലിയില, ഒരു കഷ്ണം ക്യാരറ്റ് മുറിച്ചത്, ഗ്രീൻ ക്യാപ്സിക്കം, കുറച്ച് ഗ്രീൻ പീസ്. ഇനി 1/2 ഇഞ്ച് വലിപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചിയും 5-8 വെളുത്തുള്ളിയും കൂടി ഒന്ന് അരച്ചെടുത്ത കൂട്ട്. 10-12 മഷ്റൂമാണ് ഇത്. ഇനി ഞാനെടുത്ത മസാല: 2 ഏലക്കായ, 3-4 പട്ട, 5-6 ഗ്രാമ്പു, പകുതി തക്കോലം. ഇനി 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാണ് ഞാനിത് ഇളക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഇനി ഇതെല്ലാം ഒരുവിധം ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറിയ സവാള മുറിച്ചതിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് ഒരുവിധം വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഒരു അച്ചാറും പപ്പടവും ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ഇനി 2 പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. പച്ചക്കറി കഴിക്കാത്തവർക്ക് ഇത് നല്ലൊരു ചോറാണ്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അത് ഒരുവിധം വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഷ്റൂം ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി മൂടി തുറന്ന് ക്യാപ്സിക്കം ഓരോ കളറായി ഇട്ട് കൊടുക്കാം. പച്ചയും മഞ്ഞയും ചുവപ്പുമാണ് ഞാനിവിടെ എടുത്തത്. ക്യാപ്സിക്കം ഒന്നും അധികം വേവേണ്ട, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ക്യാപ്സിക്കം നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. അതുകൊണ്ട് ഞാൻ അധികവും വാങ്ങാറുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. പച്ചക്കറി കഴിക്കാത്തവർക്ക് ഇത് നല്ലൊരു പുലാവാണ്. പിന്നെ കഴിക്കാനും നല്ല സ്വാദാണ്. ഇനി ഇതിലേക്ക് ചോറ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. ചോറ് ഉപ്പിട്ടാണ് വേവിച്ചത്. ഇതിന് മുകളിലായി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായി 1/2 ടീസ്പൂൺ ഗീ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.
ഇനി ഇതിനു മുകളിലായി കുറച്ച് ഉള്ളി വറുത്തത് ഇട്ട് കൊടുക്കാം. അത് ഇടണം എന്നില്ല, ഞാൻ വെറുതെ ഇട്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.